അങ്ങനെ ഉച്ചയോട് കൂടിയിട്ട് ഇതേ വിൻഷേട്ടൻ കളിയൊക്കെ കഴിഞ്ഞിട്ടാ തോന്നണേ ഇതേ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കണതാണ്. ഉച്ചമണി ഇതേ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2 പണിക്കാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സോറി 2 അല്ല 3-4 പണിക്കാരുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില പൊട്ടിക്കുക കേട്ടോക്ക് കറിവേപ്പില പൊട്ടിക്കാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ മുകളിൽ കൂടെ കയറാനുള്ളതായില്ലാത്ത കാരണം വിൻഷേട്ടനെ കൊണ്ട് പൊട്ടിച്ച്. പിന്നെ ബാക്കിൽ നമ്മൾ മൊത്തത്തിൽ മെറ്റലിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പയ്യനും വിൻഷേട്ടനും കൂടിയിട്ട് ബാക്കിലിരിക്കുന്ന കുറച്ച് പേർക്ക് മുകളിലേക്ക് കയറ്റി ഇവിടെ ഫുള്ളൊന്ന് നിരപ്പാക്കാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ കിച്ചന്റെ റാക്കിന്റെ മുകളിലിരിക്കുന്ന വിറകും കൂടി നമുക്കൊരു ഗ്യാപ്പിൽ ഇങ്ങനെ കയറണം കേട്ടോ. അങ്ങനെ പിന്നെ തേജു കളിക്കാൻ പോയി കിടന്ന് കളി കഴിഞ്ഞ് വന്നിട്ട് അവിടെ കളിക്കണോടത്ത് വരെ വെറുതെ പഠിപ്പിക്കും കേട്ടോ പിള്ളേരൊക്കെ കൂടി ഇരുന്നിട്ട്. അങ്ങനെ അതിൽ അവന് ഫുള്ള് കിട്ടിയെന്നും പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് വിൻഷേട്ടന് കാണിച്ചു കൊടുക്കാനായിട്ട് ഈ ഓട്ടം. പിന്നെ ഇവിടെ വിൻഷേട്ടൻ നല്ല പണിയിലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തേജും ഹെൽപ്പ് ചെയ്യാൻ നിന്നു. പിന്നെ എന്താ വെച്ചാൽ കണ്ടോ ഈ സൈഡിലൊക്കെ ഇതുവരെ ആയിട്ടാണ് നമ്മൾ കട്ട വിരിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഫുള്ള് ഇനി മെറ്റലിടുക. 2 സൈഡും നമ്മളൊരു പകുതി മുക്കാലോളം ഇരിക്കുന്നുണ്ട്. ബാക്കി ഫുള്ള് മെറ്റലാക്കാനായിട്ട് പ്ലാൻ. പിന്നെ ദേ കുറേ കല്ലും കുറച്ച് വേസ്റ്റ് അവരവിടെ നിരപ്പാക്കുമ്പോൾ കുറേ വേസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഞങ്ങളുടെ രീതിയിലൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മിൻഷേട്ടനും തേജും കൂടിയിട്ട് ഇങ്ങനെ കുണ്ടുള്ള ഭാഗത്തൊക്കെ കല്ലിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം നമ്മൾ മൊത്തത്തിൽ മെറ്റലിടാട്ടോ ചെയ്തത്. അത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. തേജു ഇതേ സോയാബീൻ വറുത്തത് കൊടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ടിവിയുടെ മുന്നിക്കായിട്ട് ഓടിയേക്കണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വറുത്തപ്പുളിയായിട്ട് ഉണ്ടാക്കിയേക്കണത്. കുറേ നാളായിട്ട് ഒരു വറുത്തപ്പുളി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വറുത്തപ്പുളിയും പയറുപ്പേരിയും ഓംലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും വറുത്തപ്പുളിക്കുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീനാണ്. അപ്പോൾ ഉണക്കലുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ ചെയ്ത്. കാരണം അതെല്ലാം കഴിച്ചതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ നമ്മുടെ ജിഷ്ണുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ 2 പേരും കൂടിയിട്ടാണ് കളിക്കാൻ പോണത്. പിന്നെ ജിഷ്ണുവേട്ടനെ കണ്ടപ്പോൾ തേജപ്പനൊരു ആഗ്രഹം അവനും വരണം എന്നിട്ട്. അപ്പോൾ അവനുള്ള വെള്ളവും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ വിൻഷേട്ടൻ്റെ ബാഗിലാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതെ അവനും പോവാൻ നിൽക്കുന്നുണ്ട്. മെയിനായിട്ട് എന്താണെന്നറിയോ രാവിലെ വിൻഷേട്ടനെയും ജിഷ്ണുവേട്ടനെയും ടി വിയിൽ കാണിച്ചില്ല. അതുപോലെ അവനെയും കാണണം എന്നും പറഞ്ഞിട്ടാട്ടോ പോണത്. പക്ഷേ TV എനിക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ വെച്ച് നോക്കിയിട്ടാ. പക്ഷേ തേജുവിനെ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വന്ന എൻ്റെ അടുത്ത് അപ്പ ചോദിക്കുക അതായിരിക്കും എൻ്റെ ടി വിയിൽ കണ്ട അമ്മയെന്നായിരിക്കും ചോദിക്കുക. അത് മെയിൻ ലക്ഷ്യം വെച്ചിട്ടാണ് ആൾ പോണത്. എന്തോ വലിയൊരു സംഭവം പോലെ കേട്ടാ. ടി വിയിൽ ഇങ്ങനെ കളിക്കണതിൻ്റെ ഇടയിൽ കാണില്ലേ. അപ്പോൾ എന്തോ വലിയൊരു സംഭവം പോലെയാണ് ആളത് കാണണത്. അങ്ങനെ ഇതേ പുതിയ ബാറ്റ് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് എടുത്തതായിരുന്നു. പിന്നെ എടുക്കണില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പോയി. അങ്ങനെ ഇതേ ഒരു 3 ആളും കൂടിയിട്ട് പോകുന്നുണ്ട്. എന്താവും എന്തോ തേജ് ഭയങ്കര കെറ്റപ്പിലായിട്ട് പോണത്. തൊപ്പിയും ആകെ മൊത്തം വേറെ വൈബ് അടിച്ചിട്ടാണ് ആൾ പോണത്. ഞാനും ഇനി തേജുവിനെ കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ച് നോക്കിയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവന് കാണിച്ചു കൊടുക്കാലോ വന്നാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ മാറ്റി. കളി അറിയാണ്ടിരുന്ന് കാണണമെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.